നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ CPM BJP സംഘർഷം, സമാധാന യോഗം ചേരാൻ തീരുമാനം. സർവകക്ഷി സമാധാന യോഗം ചേരുക കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അടിയന്തര യോഗം ചേരുന്നത് തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങളിൽ ഗവർണറും കേന്ദ്രവും ഇടപെട്ട സാഹചര്യത്തിൽ. റേഷനിലെ ആശങ്ക തീരാതെ ജനങ്ങൾ. പുതിയ കാർഡിലെ തെറ്റുതിരുത്താൻ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. അപാകതകൾ പരിഹരിക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നീണ്ട ക്യൂ. അർഹരായ മുഴുവൻ പേരെയും മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക ICU തുറന്നു. ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കുമെന്ന് മന്ത്രി KK ശൈലജ. ജീവനക്കാരുടെ കുറവിന്റെ പേരിൽ ജനങ്ങൾക്ക് സേവനം നിഷേധിക്കില്ലെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തെ CPM BJP സംഘർഷം, കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം എന്നിവിടങ്ങളിൽ സർവകക്ഷി സമാധാന ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് BJP CPM നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. അക്രമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകാനും CPM BJP യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങളിൽ ഗവർണറും കേന്ദ്രവും ഇടപെട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തരമായി CPM BJP നേതാക്കളെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. കണ്ണൂരിൽ ഓഗസ്റ്റ് 5-നും തിരുവനന്തപുരത്ത് 6-നുമാണ് സർവകക്ഷി സമാധാന യോഗം ചേരുക. പുതിയങ്ങാടിയിൽ ക്ഷേത്ര കവർച്ച, ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടു. പുതിയങ്ങാടി ചേരിക്കൽ വളപ്പിലെ കുറുമാത്തൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. പുതിയങ്ങാടി ചേരിക്കൽ വളപ്പിലെ കൊട്ടം തായ്പര ദേവത കുറുമാത്തൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. ക്ഷേത്രത്തിൽ വിളക്ക് വെക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത്. ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ഭണ്ഡാരം തകർത്താണ് പണം മോഷ്ടിച്ചത്. ക്ഷേത്ര ഭാരവാഹികൾ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. ചിറക്കൽ സ്വദേശിയായ KV സുരേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈലും കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. വെങ്ങരയിലെ ആഷിഖ്, പുതിയങ്ങാടിയിലെ ഹനീഫ എന്നിവരെയും ഒരു 17-കാരനെയുമാണ് പോലീസ് പിടികൂടിയത്. ജോലി ആവശ്യാർത്ഥം പുതിയങ്ങാടിയിലെത്തിയ സുരേന്ദ്രനെ ഇവർ തന്ത്രപൂർവ്വം ലോഡ്ജിലെത്തിച്ച് കവർച്ച നടത്തുകയായിരുന്നു. വെൽഡിംഗ് ഇന്റർലോക്ക് പ്രവൃത്തി നടത്തുന്ന വളപട്ടണം ചിറക്കൽ സ്വദേശിയായ KV സുരേന്ദ്രനെയാണ് 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവർന്നത്. ജോലി ആവശ്യത്തിന് പുതിയങ്ങാടിയിലെത്തിയ സുരേന്ദ്രനെ 3 പേരും ചേർന്ന് തന്ത്രത്തിൽ വശത്താക്കുകയും പഴയങ്ങാടിക്ക് സമീപമുള്ള ലോഡ്ജിലെത്തിക്കുകയും ചെയ്തു. മദ്യപിച്ചതിനു ശേഷം ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്തി. കൈവശമുണ്ടായിരുന്ന 5000 രൂപയും വിലപിടിപ്പുള്ള മൊബൈലും തട്ടിയെടുത്തുവെന്നാണ് പരാതി. ആഷിഖും ഹനീഫയും നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ആഷിഖ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ ടെറിട്ടോറിയൽ ആർമി നാളെ റിക്രൂട്ട്മെന്റ് റാലി നടത്തും. കേരളത്തിനു പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. റേഷൻ കാർഡിലെ തെറ്റുതിരുത്താൻ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. പേര്, മേൽവിലാസം, തൊഴിൽ തുടങ്ങിയവയെല്ലാം തെറ്റായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തെറ്റുതിരുത്താൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നീണ്ട ക്യൂവാണ് അനുഭവപ്പെടുന്നത്. പുതിയ റേഷൻ കാർഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ. എന്നാൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പലരും ഞെട്ടി. പലരും മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്ത്. ചിലർ അനർഹരായി ലിസ്റ്റിൽ കടന്നുകൂടുകയും ചെയ്തു. പേരുകൾ, മേൽവിലാസം, തൊഴിൽ, വയസ്സ് എന്നിവ പലരുടെയും തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ വീട്ടമ്മയുടെ തൊഴിൽ ജഡ്ജി എന്ന് പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രവാർത്തയിലും മാധ്യമ വാർത്തയിലുമൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ, അതായത് ഇപ്പോൾ APL ലിസ്റ്റിലുള്ള ആളുകൾ BPL ലിസ്റ്റിലേക്ക് കടന്നു വരാൻ സഹായകരമായ ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് APL ലിസ്റ്റിൽ കടന്നുകൂടിയ അനർഹരെ BPL ലിസ്റ്റിൽ കടന്നുകൂടിയ APLകാരെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. എത്രയും വേഗത്തിൽ തന്നെ ഈ BPLൽ കടന്നുകൂടാൻ അർഹതയുള്ള
ആളുകളെ ഉൾപ്പെടുത്താനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സീഡിറ്റ്, കുടുംബശ്രീ എന്നിവയുടെ ചുമതലയിലാണ് പുതിയ റേഷൻ കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് അനർഹർ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇത് വ്യാപകമായ പരാതികൾക്കിടയാക്കിയിരുന്നു. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ശക്തമായ നടപടിയെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. BPL ലിസ്റ്റിലെ പലരും APLലും APLൽ ഉള്ളവർ BPLലും പുതിയ കാർഡ് വന്നതോടെ ഉൾപ്പെട്ടു. അതുകൊണ്ടുതന്നെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ തെറ്റുതിരുത്താനുള്ള അപേക്ഷകരുടെ നീണ്ട ക്യൂ ആണുള്ളത്. എന്നാൽ ഒരു തരത്തിലും അനർഹരെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ലെന്നും അർഹരായവർക്ക് ലിസ്റ്റിൽ ഇടം കിട്ടുമെന്നും ആവർത്തിക്കുകയാണ് സപ്ലൈ ഓഫീസ് അധികൃതർ. പുതിയ റേഷൻ കാർഡിനെ ചൊല്ലിയുള്ള പരാതി അർഹരായ മുഴുവൻ പേരെയും മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ MK മനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ലിസ്റ്റിലുള്ള അനർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനർഹരായി ഉൾപ്പെട്ടവരുണ്ടല്ലോ റേഷൻ കാർഡിൽ നിലവിൽ, അപ്പോൾ അനർഹരായി ഉൾപ്പെട്ടവരെ പുറത്താക്കുന്ന ജോലിയാണ്. അപ്പോൾ റേഷൻ കാർഡിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം ലക്ഷക്കണക്കിന് അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എത്രയാണോ ആളുകൾ പുറത്തേക്ക് പോകുന്നത് അതിനനുസരണമായിട്ട് ഈ അർഹമായ ഒരു വെളിയിലേക്കുന്നുണ്ടല്ലോ അവർ ഈ ലിസ്റ്റിലേക്ക് ഒക്കെ പേ ചെയ്യും. അപ്പോൾ അതിനുശേഷം എന്നിട്ടും അപ്പോൾ ഈ പ്രോസസ്സിന് ഏകദേശം ഒരു 2 മാസം സമയമെടുക്കും. അതോടൊപ്പം റേഷൻ ഷോപ്പുകളിൽ e-POS മെഷീൻ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ആധാർ സീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രക്രിയ ഒക്കെ കഴിയുമ്പോൾ ഒരു ഗണ്യമായ വിഭാഗം അനർഹർ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. അതിലേക്ക് ഇപ്പോഴ് BPL യഥാർത്ഥത്തിൽ കടന്നു വരേണ്ടവർ ആ പ്ലേസിലേക്ക് വരും. അപ്പോൾ അതിനുശേഷം മാത്രമേ BPL കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവരിപ്പോഴും ഈ ക്യൂ നിൽക്കുന്നവർ അനാവശ്യമായിട്ട് ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഞാൻ നോട്ടീസ് ഇട്ടിട്ടുണ്ട്, പൊതുജന ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പോഴും BPL ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു അപേക്ഷ സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല, വാങ്ങുന്നുമില്ല. പക്ഷേ നമ്മളൊരു സർക്കാർ ഓഫീസിൽ അപേക്ഷയായിട്ട് വരുന്നൊരു വ്യക്തിയോട് നിങ്ങൾ അപേക്ഷ സ്വീകരിക്കില്ല എന്ന് പറയേണ്ട അധികാരം ഞങ്ങൾക്കില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവർ ജോലി മെനക്കെട്ടിട്ട് ഇവർ വെറുതെ ചെയ്യുന്നൊരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അനർഹർ പുറത്താകുമ്പോൾ ഇതിൽ അർഹമായവർ അകത്തേക്ക് വരും. എന്നിട്ടും ഈ 2 മാസം 3 മാസം ആ പ്രക്രിയക്ക് സമയമെടുക്കും. എന്നിട്ടും നിങ്ങൾ പുറത്താണെങ്കിലും അന്ന് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രേഖകൾ പ്രകാരം മാത്രം അപേക്ഷ കൊടുത്താൽ മതി. ഇവരെ അപേക്ഷ നമ്മൾ വാങ്ങി വെക്കുകയല്ലാതെ നമുക്ക് അതിൻ്റെ അനന്തര നടപടി എടുക്കാൻ ഇപ്പോഴും സാധ്യമല്ല. ഇനിയൊരു ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ CPM BJP സംഘർഷം, സമാധാന യോഗം ചേരാൻ തീരുമാനം. സർവകക്ഷി സമാധാന യോഗം ചേരുക കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അടിയന്തര യോഗം ചേരുന്നത് തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങളിൽ ഗവർണറും കേന്ദ്രവും ഇടപെട്ട സാഹചര്യത്തിൽ. റേഷനിലെ ആശങ്ക തീരാതെ ജനങ്ങൾ, പുതിയ കാർഡിലെ തെറ്റുതിരുത്താൻ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. അപാകതകൾ പരിഹരിക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നീണ്ട ക്യൂ. അർഹരായ മുഴുവൻ പേരെയും മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക ICU തുറന്നു. ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കുമെന്ന് മന്ത്രി KK ശൈലജ. ജീവനക്കാരുടെ കുറവിന്റെ പേരിൽ ജനങ്ങൾക്ക് സേവനം നിഷേധിക്കില്ലെന്നും മന്ത്രി. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാബ്, കണ്ണൂർ. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്. Golden Cross College of Interior Designing, Gopal Street, Kannur and Manchudi, Talasheri. Lulu Saris, Tavakara Road, Kannur. AVK Nair Road, Talasheri. Chemist Hospital, John Mill Road, South Bazaar, Kannur. GTech Computer Education, Kausar Complex, Caltech Junction, Kannur. Contact 9745 333 222. GTechil പഠിച്ചാൽ ജോലിയുമുണ്ട്, വാല്യൂമുണ്ട്. കല്യാൺ സിൽക്ക് സാഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പോ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, നിയർ എളയാവൂർ സർവീസ് സഹകരണ ബാങ്ക്, കണ്ണൂർ തുംചാൽ, കണ്ണൂർ. GITD സ്ത്രീകൾക്കായുള്ള #1 ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്
ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ് ഏച്ചൂർ. ലിലി സാരീസ്, ഫോർട്ട് റോഡ്, കണ്ണൂർ. വീവിംഗ് ഡ്രീം. Bobby Jemanur International Jewelers. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ജനറൽ ആശുപത്രിയിൽ തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ ഖത്തർ 30 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ആധുനിക ICUവിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നിലവിൽ ഒട്ടേറെ പോരായ്മകൾ ആശുപത്രിക്കുണ്ട്. ജീവനക്കാരുടെ കുറവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജീവനക്കാരുടെ കുറവിന്റെ പേരിൽ ജനങ്ങൾക്ക് സേവനം നിഷേധിക്കാൻ അനുവദിക്കില്ല. നിലവിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച് ഹെറിറ്റേജ് മാതൃകയിൽ ആശുപത്രി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സർക്കാർ മാത്രം വിചാരിച്ചാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കില്ല. സന്നദ്ധ സംഘടനകളും ത്രിതല പഞ്ചായത്തുകളും ഉൾപ്പെടെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരുടെ സഹായം ഇക്കാര്യത്തിലുണ്ടാകണം. ഇവര് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ICU അതേപോലെ വൃത്തിയായി അതേപോലെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ഈ ഹോസ്പിറ്റലിലെ അധികൃതർക്ക് സാധിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ എല്ലാം അവിടെയും ഇവിടെയും വാരി വലിച്ചിട്ടൊരവസ്ഥയൊന്നും ഉണ്ടാവരുത്. നല്ല നീറ്റായിരിക്കണം. അതുപോലെ കുറച്ച് സ്റ്റാഫിൻ്റെ കുറവുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, അതൊരു വലിയ കുറവൊന്നുമല്ല. ആ കുറവ് നികത്താൻ സർക്കാർ തയ്യാറാകും, നികത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. പക്ഷേ അതും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തും പുറത്തുമുള്ള ഇടപെടലുകൾ അതിന് കുറവ് വരുത്താൻ പറ്റില്ല. പലപ്പോഴും പല പരാതിയും പല ഹോസ്പിറ്റലിൽ നിന്നും വരാറുണ്ട്. വൈകുന്നേരം വന്നാൽ ആരും മിണ്ടുന്നില്ല, ഡോക്ടർ ഡ്യൂട്ടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും തലശ്ശേരി ഹോസ്പിറ്റലിൽ ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ അതിൽ നമുക്ക് നടപടികളുമായിട്ട് പോകേണ്ടി വരും. അഡ്വക്കേറ്റ് AN ഷംസീർ MLA അധ്യക്ഷത വഹിച്ചു. CK രമേശൻ, ഡോക്ടർ രാജീവ്, പീയൂഷ്, MC പവിത്രൻ, ഷൈജൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാമായണ മാസത്തിൽ മാപ്പിള രാമായണവുമായി മുൻ MLA AP അബ്ദുള്ളക്കുട്ടി. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് കുടുംബ സംഗമങ്ങളിലാണ് അബ്ദുള്ളക്കുട്ടി മാപ്പിള രാമായണം ചൊല്ലുന്നത്. മതേതരത്വത്തിന്റെ സന്ദേശമാണ് മാപ്പിള രാമായണം നൽകുന്നതെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഭവങ്ങളാണ് അടുത്തിടെയായി കണ്ടുവരുന്നത്. രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് AP അബ്ദുള്ളക്കുട്ടി മാപ്പിള രാമായണത്തിലൂടെ നൽകുന്നത്. നമ്മളിൽ പലരും കേട്ട രാമായണമുണ്ട്. വാൽമീകി രാമായണം, കമ്പരാമായണം, തുളസീദാസ രാമായണം, തുഞ്ചൻ്റെ രാമായണം. എന്നാൽ വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പ്രചരിച്ച ഒരു രാമായണമുണ്ട്. അതാണ് മാപ്പിള രാമായണം. പണ്ട് താടിക്കാരൻ ഔലിയ പാടി വന്ന പാട്ട്, കാത്തിരുന്ന് കുത്തിരുന്ന കർക്കിടക പാട്ട്. രാമായണം മുഴുവൻ പാടാൻ സമയമില്ല. കാട്ടിൽ വെച്ച് ശൂർപ്പണഖ രാമനെ കാണുന്നു, പ്രണയം തോന്നുന്നു. മര്യാദാ പുരുഷോത്തമനായ സുന്ദരനായ രാമനെ കണ്ടാൽ ആർക്കാണ് പ്രണയം തോന്നാതിരിക്കുക? ശൂർപ്പണഖ ചോദിക്കുകയാണ്, നിങ്ങളാരാ ബാല്യക്കാര, പേരെന്താന്ന്? കൂടെ കാണും പെണ്ണ് നിങ്ങളെ വീടറാണോ? കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ? മക്കളില്ലേ കൂടെ, മരുമക്കളില്ലേ? അപ്പോൾ രാമൻ ചോദിച്ചു, ഞാനാലാമൻ സീതാ ബീഡർ പെറ്റിട്ടില്ല, കൂടെ അനുജൻ ലക്ഷ്മണനും കൂട്ടിനുണ്ട്. വടക്കൻ കേരളത്തിൽ വേരുള്ള മാപ്പിള രാമായണം ഏറെ നാടുകളിലെ വീടുകളിലും ഉമ്മുമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ഉമ്മമ്മമാർ സന്ധ്യാനേരത്ത് കുട്ടികളെ താരാട്ട് പാട്ടി ഉറക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടും. അസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഹൽബി ഖൈറുല്ലാ എന്ന് പാടിയതുപോലെ തന്നെ പണ്ട് താടിക്കാരൻ ഔലിയ പാടി വന്ന പാട്ട്, കുത്തിരുന്ന് കാത്തിരുന്ന് കർക്കിടക പാട്ട് എന്നൊക്കെ കൊച്ചുകുട്ടികളെ പാടി പതിഞ്ഞ ഒരു നാട്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹായുദ്ധമായ ബദർ യുദ്ധ കിസ്സകൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഭാരത ഇതിഹാസത്തിലെ രാമരാവണ യുദ്ധകഥകളും ഉമ്മമ്മമാർ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഈ മണ്ണിനെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാപ്പിള രാമായണത്തിൻ്റെ മണ്ണിനെ സാക്ഷ്യപ്പെടുത്തുന്നു. മാപ്പിള രാമായണം ചുണ്ടിൽ തത്തിക്കളിക്കുന്ന മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ഇന്ത്യയെ മതേതരത്വത്തെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ജില്ലയിലെ വിവിധ കുടുംബ സംഗമങ്ങളിലും തൃശ്ശൂരിലെ കുടുംബ സംഗമങ്ങളിലും മാപ്പിള രാമായണവുമായി അബ്ദുള്ളക്കുട്ടി ഇതിനകം പങ്കെടുത്തു കഴിഞ്ഞു.
വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന KP മിത്രന് ആശ്വാസമേകാൻ സ്വകാര്യ ബസിന്റെ കാരുണ്യയാത്ര. കക്കാട് സ്വദേശിയായ മിത്രന്റെ ചികിത്സാ ധനസമാഹരണത്തിനാണ് കക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള റിസാൽ ബസ് ഇന്ന് സർവീസ് നടത്തിയത്. കണ്ണൂർ പുല്ലൂപ്പിക്കടവ് റൂട്ടിലോടുന്ന KK അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥയിലുള്ള റിസാൻ ബസ്സാണ് 15 വർഷമായി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കക്കാട് പരപ്പിൻമൊട്ട കോരമ്പേത്ത് വീട്ടിൽ KP മിത്രന്റെ ചികിത്സാ ധനസമാഹരണത്തിന് തുടക്കമിട്ടത്. യാത്രക്കാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അതിരകം ഡിവിഷൻ കൗൺസിലർ തൈക്കണ്ടി മുരളീധരൻ പറഞ്ഞു. നാമമാത്രമായ തുക മാത്രമേ ഇതിനകം നമുക്ക് പിരിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം. റിസാൻ ബസ് നമ്മളെ കക്കാട് കുഞ്ഞിപ്പള്ളി അത്തായക്കുന്ന് ഭാഗത്ത് കണ്ണൂർ ആശുപത്രിയിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബസ് അതിൻ്റെ ഉടമസ്ഥൻ, അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, ഉടമസ്ഥൻ K അബ്ദുൽ ഖാദറും ഈ ബസ്സിൻ്റെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പ്രവർത്തനവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് KP മിത്രൻ്റെ വൃക്ക ചികിത്സയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടി പിരിവ് നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള സഹകരണവും ഇതിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഇതിലുള്ള യാത്രക്കാരിൽ നിന്നും. അതുപോലെ തന്നെ യാത്രക്കാർ വഴി നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലും നമുക്ക് ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് സഹായം കിട്ടുന്നുള്ളൊരു പ്രത്യാശയും കൂടിയുണ്ട്. ബസ്സിലെ ജീവനക്കാർ വേതനം വേണ്ടെന്ന് വെച്ചു. ഭക്ഷണം പോലും കഴിച്ചത് സ്വന്തം ചെലവിൽ. മിത്രന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ചെലവ് വരും. AKG ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തിവരികയാണ്. ഇത്രയും ഭീമമായ തുക നിർധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. ഇതിനെ തുടർന്നാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, മേയർ EP ലത എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ചു. ബസിന്റെ കാരുണ്യയാത്ര മേയർ EP ലത ഫ്ലാഗ് ഓഫ് ചെയ്തു. കൗൺസിലർമാരായ തൈക്കണ്ടി മുരളീധരൻ, K പ്രമോദ്, V രവികൃഷ്ണൻ, MB സഹദേവൻ, കണ്ണൂർ ട്രാഫിക് SI മോഹനൻ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. ചികിത്സാ സഹായ കമ്മിറ്റി പുഴാതി SBIയിൽ അക്കൗണ്ടും ആരംഭിച്ചു. അക്കൗണ്ട് നമ്പർ 3689286738. ഒരിക്കൽ കൂടി 3689286738. IFC SBI 000261. ഒരിക്കൽ കൂടി IFC SBI 000261. ഫോൺ 9495117611. മറ്റൊരു നമ്പർ കൂടി 9895254899. കോട്ടയത്തെ സ്വാന്തന പരിചരണ കേന്ദ്രമായ അഭയത്തിന്റെ പ്രവർത്തകർ തൈലിലെ IRPC കേന്ദ്രം സന്ദർശിച്ചു. രോഗി പരിചരണത്തെക്കുറിച്ച് ഡോക്ടർ K മായ ക്ലാസ് എടുത്തു. കോട്ടയം ജില്ലയിലെ പ്രശസ്ത സ്വാന്തന പരിചരണ കേന്ദ്രമായ അഭയത്തിന്റെ ഭാരവാഹികളടക്കം 60ഓളം പേരാണ് കണ്ണൂർ IRPCയിൽ എത്തിയത്. ഇവർക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി. ക്യാൻസർ കെയറിന്റെ ട്രെയിനിങ്ങിന് പോയും നമ്മുടെ ജില്ലാശുപത്രിയിലെ ക്യാൻസർ കെയർ യൂണിറ്റ് 2013 തുടങ്ങിയത്. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് മറ്റുള്ള ജില്ലാശുപത്രികളിലും ക്യാൻസർ കെയർ ക്യാൻസർ ഇപ്പം നമ്മൾ ശരിക്കും പാലിയേറ്റീവിലും ക്യാൻസർ പേഷ്യൻസിനെല്ലാം ഒരുപാട് പ്രോജക്റ്റുകൾ ഗവൺമെൻറ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ RCC അല്ലെ MCC വരെ പിന്നെ പേഷ്യൻസ് ബുദ്ധിമുട്ടി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഫോളോ അപ്പ്, അവിടെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഫോളോ അപ്പ് അല്ലെ ഫോളോ അപ്പ് കീമോതെറാപ്പി, പിന്നെ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, ഇതെല്ലാം മുൻകണ്ടാണ്. IRPC ചെയർമാൻ PM സാജിദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV മുഹമ്മദ് അഷ്റഫ്, മാനേജർ NV പുരുഷോത്തമൻ, അഭയം സെക്രട്ടറി എബ്രഹാം തോമസ്, സെക്രട്ടറി ആനന്ദകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അഭയത്തിന്റെ പ്രവർത്തകർ വിവിധ വാർഡുകൾ സന്ദർശിച്ചു. IRPCയുടെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകളിലുള്ള അംഗങ്ങൾക്ക് പരിശീലനം നൽകി. സയൻസ് പാർക്കിൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയുള്ളതും മായം കലർത്താത്തതുമായ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഹോം ഷോപ്പ് വഴി വീട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഇരിക്കൂർ, കണ്ണൂർ നിയോജക മണ്ഡലങ്ങളിലെ അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. അസിസ്റ്റന്റ് കോർഡിനേറ്റർ EK സോമശേഖരൻ, PK സുഷീന, KG മനു തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ കയർ തൊഴിലാളികളെയും റേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കയർ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു.
തുച്ഛമായ വരുമാനം മാത്രം ലഭിക്കുന്ന കയർ തൊഴിലാളികളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഭക്ഷ്യവകുപ്പും സർക്കാരും മുൻകൈയെടുക്കണമെന്ന് കെ മനോഹരൻ പറഞ്ഞു. 1990 ആദ്യ ഭാഗങ്ങളിൽ കേരളത്തിനകത്തുള്ള എല്ലാ കുടുംബങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഭക്ഷ്യവിതരണവും പൊതുവിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വന്നുചേർന്നിരിക്കുന്ന അപകടത്തെ നാം സമീപിക്കേണ്ടുന്നത്. കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് ഈ രീതിയിലുള്ള പൊതുവിതരണ സംവിധാനം ആവശ്യമാണ് എന്ന് കേരളത്തിനകത്ത് ആവശ്യം ഉയർന്നു വന്നതിനുള്ള ചരിത്ര പശ്ചാത്തലം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ആവശ്യമായ ഭക്ഷ്യധാന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് എ സുരേന്ദ്രൻ, നേതാക്കളായ കോട്ടയിൽ ബാബു, എം കുഞ്ഞമ്പു, ഒ എ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെക്കിക്കുളം കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. വട്ടക്കുളത്ത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 7ാമത്തെ വർഷമാണ് നീന്തൽ പരിശീലനം നടത്തുന്നത്. പയ്യമ്പലത്തെ ലൈഫ് ഗാർഡായ ചാൾസൻ ഏഴിമലയുടെ നേതൃത്വത്തിലാണ് നീന്തൽ പരിശീലനം. കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് അംഗം കെ ടി സരോജിനി, സജീവൻ, പി പ്രശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ നീന്തൽ പഠിക്കുന്നു. അതോടൊപ്പം ഇപ്പം പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ആരാകാം നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ഒരു തോട്ടിലോ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ അപകടത്തിൽ പെട്ടെന്ന് ഒരാൾ മുങ്ങി, ചെറിയ വെള്ളമായിരിക്കാം, വളരെ ചെറിയ വെള്ളമായിരിക്കാം. അപ്പോൾ ആ വെള്ളത്തിലൊരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് അറിയുമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു കൈയെങ്കിലും കൊടുത്ത് എന്തെങ്കിലും നമുക്കൊരു ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അതോടൊപ്പം വ്യായാമം എന്നുള്ള നിലയിലേക്ക് വളരെയേറെ പ്രാധാന്യം ഉള്ള ഒരു സമയമാണ് ഇതിന്. കാരണം എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായ അല്ലെങ്കിൽ വ്യായാമക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാൽ മരിക്കുന്നവരുടെ എണ്ണം ലക്ഷക്കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ. മുണ്ടേരി ശാഖ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഹരിത യൗവനം സമർപ്പണ പാതയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പോസിറ്റീവ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുണ്ടേരി സെൻട്രൽ UP സ്കൂളിൽ ജില്ലാ ലീഗ് സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. മൂല്യച്യുതി നേരിടുന്ന യുവതിയെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഗുണമുള്ളവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. MPM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. KP സലാം, K മുസ്തഫ, TP അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതികരിക്കുന്ന ഒരു തലത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനൊക്കെ വ്യത്യസ്തമായി വ്യതിരിക്തമായി നിങ്ങൾ ഇത്തരം നല്ലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സർവശക്തനായ റബ്ബ് എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഇതിന്റെ സംഘാടകരുടെ സംവിധാനം ചെയ്തിട്ടുള്ളത്, അത് പൂർണ്ണാർത്ഥത്തിൽ പ്രയോജനപ്പെടുമാകുന്ന ഒരു റിസൾട്ട് ഇതിനുണ്ടാക്കി പെരുമാറാകട്ടെ. 18 വർഷത്തോളമായി കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ഓൾഡ് മെൻസ് ക്ലബ്ബ് കുടുംബ സംഗമം നടത്തി. ചെക്കിക്കുളത്ത് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ കാരാട്ട് അധ്യക്ഷത വഹിച്ചു. PP മോഹൻദാസ്, ജംഷീർ, P വിജയൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. അതിൻ്റെ പ്രവർത്തന മേഖല അടയാളപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇനി അറിയിപ്പുകൾ. പട്ടിക വിദ്യാർത്ഥികൾക്ക് 2018 പൊതുപ്രവേശന പരീക്ഷയ്ക്ക് മുന്നോടിയായി നൽകുന്ന സൗജന്യ പരിശീലന ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5-നകം ITDP ഓഫീസിൽ എത്തിക്കണം. ബന്ധപ്പെടേണ്ട നമ്പർ 0497 2700 357. ജില്ലയിലെ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബ വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവരായിരിക്കണം. വിവരങ്ങൾ ഫോം നമ്പർ 1 സാക്ഷ്യപ്പെടുത്തി അപേക്ഷ ഓഗസ്റ്റ് 10-നകം ITDP പ്രൊജക്ട് ഓഫീസിൽ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട നമ്പർ 0497 2700 357. വിദ്യാർത്ഥികളിൽ ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് കൈയെഴുത്ത് മാസിക നിർമ്മാണ മത്സരം നടത്തും. ലഹരി വിമുക്ത ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജുകൾ എന്നീ വിഭാഗങ്ങൾക്ക് പങ്കെടുക്കാം. ഓഗസ്റ്റ് 20-നകം എക്സൈസ് റേഞ്ച് ഓഫീസിലോ കണ്ണൂർ എക്സൈസ് ഡിവിഷൻ ഓഫീസിലോ സമർപ്പിക്കണം. അഴീക്കോട് മയിലാടത്തടം വണ്ണാരത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 6-ന് നടത്താൻ നിശ്ചയിച്ച കർക്കടക മഹാഗണപതി ഹോമം 13-ലേക്ക് മാറ്റി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
തിരുവനന്തപുരത്തെ CPM BJP സംഘർഷം സമാധാന യോഗം ചേരാൻ തീരുമാനം. സർവകക്ഷി സമാധാന യോഗം ചേരുക കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അടിയന്തര യോഗം ചേരുന്നത് തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങളിൽ ഗവർണറും കേന്ദ്രവും ഇടപെട്ട സാഹചര്യത്തിൽ. റേഷനിലെ ആശങ്ക തീരാതെ ജനങ്ങൾ. പുതിയ കാർഡിലെ തെറ്റുതിരുത്താൻ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. അപാകതകൾ പരിഹരിക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നീണ്ട ക്യൂ. അർഹരായ മുഴുവൻ പേരെയും മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക ICU തുറന്നു. ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കുമെന്ന് മന്ത്രി KK ശൈലജ. ജീവനക്കാരുടെ കുറവിന്റെ പേരിൽ ജനങ്ങൾക്ക് സേവനം നിഷേധിക്കില്ലെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.